Hello all, Cbse class 8 ന്റെ സയൻസിലുള്ള 11th ചാപ്റ്റർ ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ട് ആണ്. അതായത് നമ്മൾ ഫോഴ്സസിന്റെ ഡിഫറെന്റ് ടൈപ്സ്, കോൺടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോൺടാക്ട് ഫോഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം ഉണ്ടാക്കുന്നത് തിരുവനന്തപുരത്തെ മണക്കാടുള്ള നളന്ദ സെന്ററിന്റെ കീഴിലാണ്. ഇവിടെ ക്ലാസ് 10 സയൻസിന്റെയും CBSEയും സ്റ്റേറ്റിന്റെയും ക്ലാസ് നടക്കുന്നുണ്ട്. അതേപോലെ 11th and 12th ബയോളജി ആൻഡ് കെമിസ്ട്രി നീറ്റ് ഓറിയന്റഡ് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. ഇവിടെ അഡ്മിഷൻസിനായിട്ട് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9895644616. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ കൂടിയും അതേപോലെ നേരിട്ടും ഇതിന് മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു ഫോഴ്സ് എന്താണ്, ഫോഴ്സിനെ കൊണ്ട് എന്തൊക്കെ സാധിക്കും, ഒരു മോഷൻ തുടങ്ങാൻ പറ്റും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഈ വീഡിയോയിൽ നമ്മൾ എന്താ പഠിക്കാൻ പോണേ? നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. അതായത് കോൺടാക്ട് ഫോഴ്സ് ഉണ്ട്, നോൺ കോൺടാക്ട് ഫോഴ്സ് ഉണ്ട്. അപ്പൊ എന്താണ് കോൺടാക്ട് ഫോഴ്സ്, എന്താണ് നോൺ കോൺടാക്ട് ഫോഴ്സ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, രണ്ട് ബോഡീസ് മിനിമം, രണ്ട് സാധനങ്ങൾ മിനിമം വേണം ഒരു ഫോഴ്സ് ടു കം ഇൻ ടു പ്ലേ. ഒന്ന് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം സീനിൽ തന്നെ വരണം എന്നുണ്ടെങ്കിൽ രണ്ട് ഓബ്ജക്ട്സ് വേണം. ഈ ഓബ്ജക്ട്സ് തമ്മിൽ തൊട്ടിട്ടുണ്ടാവണോ, അല്ല തൊടാതെ തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെയാ അത് തൊടാണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ ഒരു മനുഷ്യൻ ഇപ്പുറത്ത് ഇവിടെ കാർ നോക്കിക്കൊണ്ടിരിക്കുന്ന പടം ഉണ്ടായിരുന്നില്ലേ? ഈ മനുഷ്യനെ തൊടാണ്ട് എങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുക? അതൊരു ഭയങ്കര സംഭവമായിരിക്കില്ല. അപ്പൊ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടാൽ മാത്രമേ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തൊടാതെ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ കോൺടാക്ട് ഫോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ബൈ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കോൺടാക്ട്. അങ്ങനത്തെ ഫോഴ്സസിനെയാണ് കോൺടാക്ട് ഫോഴ്സസ് പറയുക. അത് നമുക്ക് നേരിട്ട് പറയാം. ഇപ്പൊ നമ്മൾ നേരത്തെ ആ കാറ് തള്ളുന്ന കാര്യം, അത് ആ കാറിനെ ആ മനുഷ്യൻ കൊണ്ട് തള്ളണം എന്നാ മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ മനസ്സുകൊണ്ട് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് കാർ നീങ്ങാൻ പോകില്ല, അല്ലെ? അപ്പൊ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ബൈ ഡയറക്റ്റ് കോൺടാക്ട്. അയാൾ ഡയറക്ട്ലി കാറിൽ തൊടുകയാണ് ചെയ്തത്. ഇൻഡയറക്റ്റ് കോൺടാക്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബക്കറ്റ് മുക്കിയിട്ട് നമ്മൾ കിണറിൽ നിന്ന് വെള്ളം കോരുകയാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ബക്കറ്റിനെയാണ് ശരിക്കും പറഞ്ഞു, ബക്കറ്റിലെ വെള്ളത്തിനെയാണ് മുകളിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ കയറിൽ കൂടിയാണ് നമ്മൾ ബക്കറ്റിനെ തൊട്ടേക്കണം. സോ വി ആർ ഇൻ ഇൻഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദി ഓബ്ജെക്ട് വിച്ച് ഇസ് എ ബക്കറ്റ് വിത്ത് വാട്ടർ. So here force is applied by direct or indirect contact. അങ്ങനത്തെ ഫോഴ്സുകളെയാണ് നമ്മൾ കോൺടാക്ട് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ടൈപ്സ് ആണ് മസ്കുലർ ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും. മസ്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മസിൽസിന്റെ ആക്ഷൻസ് കൊണ്ട്, നമ്മുടെ ശരീരത്തിൽ മുഴുവൻ മസിൽസ് ഉണ്ട് അല്ലെ, ആ മസിൽസിന്റെ ആക്ഷൻ കാരണം ഉണ്ടാവുന്ന ഫോഴ്സിനെയാണ് മസ്കുലർ ഫോഴ്സ് എന്ന് പറയാം. അപ്പൊ നേരത്തെ നമ്മുടെ ചേട്ടൻ കാറ് തള്ളിയത് എന്ത് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാ? ആ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള മസ്കുലർ ഫോഴ്സ് വെച്ചിട്ടാണ്. സോ ദാറ്റ് ഫോഴ്സ് വാസ് a result because of the action of muscles. മസിൽസിന്റെ ആക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്താന്ന് പറയണേ? മസ്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയുടെ ഫുൾ മൂവ്മെന്റും നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മസ്കുലർ ഫോഴ്സ് കാരണമാണ്. നമ്മൾ നടക്കുന്നത്, ഓടുന്നത്, ചാടുന്നത്, ഇരിക്കുന്നത്, നമ്മുടെ ഉള്ളിലെത്തി നമ്മുടെ ശ്വാസോച്ഛ്വാസം വരെ നമ്മുടെ ലങ്സ് എക്സ്പാൻഡ് ചെയ്ത് ലങ്സ് കോൺട്രാക്ട് ചെയ്യുന്നു. ലങ്സിന്റെ മസിൽസ് എക്സ്പാൻഡ് ചെയ്ത് ലങ്സിന്റെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. അത് ഉൾപ്പെടെ മസ്കുലർ ഫോഴ്സ് ആണ്. ഡൈജഷൻ നടക്കുന്നത്, സ്റ്റൊമക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലുതാവുകയും ചെറുതാവുകയും ചെയ്തിട്ട് ആണ് ഒരു പരിധി വരെയും ഡൈജഷൻ നടക്കുന്നത്. ദാറ്റ് ഇസ് ഓൾസോ മസ്കുലർ ഫോഴ്സ്. വാക്കിംഗ് ചെയ്യുന്നത് മസ്കുലർ ഫോഴ്സ് ആണ്. നമ്മുടെ അനിമൽസ്, ഇപ്പൊ ബുള്ളക്കാട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അനിമൽസ് പുൾ ദ വെയിറ്റ്. ഹൗ ഡു ദേ പുൾ ദെയർ വെയിറ്റ്? ഇവിടെ എന്ത് ഫോഴ്സ് ആണ്? അനിമൽസിന്റെ മസ്കുലർ ഫോഴ്സ് കാരണമാണ് ഈ ടാസ്ക് ഉൾപ്പെടെ നമ്മുടെ ആനയൊക്കെ എന്താണ് മരം വലിച്ചുകൊണ്ട് പോകുന്നത്. ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ദ മസ്കുലർ ഫോഴ്സ് ഓഫ് ആന. മനസ്സിലായോ? അപ്പൊ മസ്കുലർ ഫോഴ്സ് ആണ് സകല ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബ്രീത്തിങ് ആണെങ്കിൽ, ഇന്റേണൽ ആക്ടിവിറ്റി ആണെങ്കിൽ, പുറത്തെ ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ മസ്കുലർ ഫോഴ്സ് കാരണമാണ് നടക്കുന്നത്. അപ്പൊ ബുള്ളോക്സ് ആണെങ്കിലും ഡോങ്കി, ക്യാമൽസ് എല്ലാം മസ്കുലർ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ലോഡുകൾ, ഭയങ്കര വെയിറ്റുകളൊക്കെ എന്താ പറയാ ക്യാരി ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ മസ്കുലർ ഫോഴ്സിന് ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ മാജിക് പോലെ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൊന്നുമില്ല. നമ്മളത് വി ഹാവ് ടു ബി ഇൻ കോൺടാക്ട് വിത്ത് ദ ബോഡി. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സിൻസ് ദ ഫോഴ്സ് ഹാസ് ടു ബി അപ്ലൈഡ്, മസ്കുലർ ഫോഴ്സ് വിൽ വർക്ക് ഓൺലി ഇഫ് ദ
two bodies are in contact. അതുകൊണ്ട് this is a contact force. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത എക്സാമ്പിൾ എന്താണെന്നറിയോ? കോണ്ടാക്ട് ഫോഴ്സിന്റെ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏത് ആക്ടിവിറ്റി, ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി, എന്റെ കൈ തന്നെ മൂവ് ചെയ്യേണ്ടത് വിചാരിച്ചോളൂ. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്തോ ഒരു തടസ്സം ഉണ്ട് അല്ലെ. ഇവിടെ ഇപ്പൊ ഞാൻ എണ്ണ ഒഴിച്ചിട്ടാണ് നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ ആ തടസ്സം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതേസമയം കുറെ മണ്ണിടുകയാണെന്നുണ്ടെങ്കിൽ ആ തടസ്സം കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അതായത് ആ തടസ്സം എന്ന് പറയുന്നത് ആരോ തിരിച്ച് തള്ളുന്നത് പോലെയുണ്ട്, ഈ സർഫസ് തന്നെ തിരിച്ച് തള്ളുന്നത് പോലെയുണ്ട്. So whenever a body is in motion, a force acts on the body. ഈ ബോഡിയുടെ മുകളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. എങ്ങനെയാണ്? ഈ ബോഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല, മറിച്ച് ബോഡിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട്, ഈ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഏത് ബോഡി എവിടെ മൂവ് ചെയ്താലും, വായുവിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വായുവും നമ്മുടെ ഈ പറയുന്നത് പോലെ മോഷനെ എതിർക്കും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഈ മോളിൽ നിന്ന് സ്കൈ ഡൈവിംഗ് ചെയ്യുന്നവരുടെ എന്താ പറയാ, കവിളൊക്കെ നോക്കി കഴിഞ്ഞാൽ കവിളിങ്ങനെ മുകളിലേക്ക് പോണ പോലെ ഉണ്ടാവില്ല. അപ്പൊ അതെന്തുകൊണ്ടാ? എയർ മോളിലേക്ക് ആൾക്കാരെ പുഷ് ചെയ്യുന്നുണ്ട്. താഴോട്ട് വരുന്ന ആളെ മുകളിലേക്ക് പുഷ് ചെയ്യണം. വെള്ളത്തിൽ വീണാലും വെള്ളം മുകളിലേക്ക് പുഷ് ചെയ്യണത് പോലെ ഉണ്ടാവും. അപ്പൊ ഏത് സർഫസ്, നമ്മൾ റോഡിൽ കൂടി പോയാലും റോഡ് നമ്മുടെ മൂവ്മെന്റിനെ എതിർക്കുന്നുണ്ട്. അതേപോലെ ബോൾ പോവുകയാണെങ്കിൽ ബോളും എതിർക്കുന്നുണ്ട്. സോ വെനെവർ എ ബോഡി ഈസ് ഇൻ മോഷൻ, മൂവ് ചെയ്യുന്ന ബോഡി ആണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ ബോഡി. എപ്പോഴും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണ്ട. ആരാ ഫോഴ്സ് ഉണ്ടാക്കണേ? ദ സർഫസ്. നമ്മുടെ സർഫസ്, ഏത് സർഫസിലാണോ മൂവ് ചെയ്യുന്നത് ആ സർഫസ് ആണ് ഈ ഫോഴ്സ് ഉണ്ടാക്കുന്നത്. ഏത് ഡയറക്ഷനിലായിരിക്കും? ഇറ്റ് ഇസ് ഓൾവേസ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. മോഷൻ ഏത് ഡയറക്ഷനിലാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നത്. ഇതിനെയാണ് ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഫ്രിക്ഷൻ എപ്പോഴും ഒബ്ജക്റ്റിന്റെയും മീഡിയം ഓൺ വിച്ച് ദ ഒബ്ജക്ട് ട്രാവൽസ്. ഇപ്പൊ വെള്ളമാണെങ്കിൽ വെള്ളമായിരിക്കും മീഡിയം. കപ്പലിനെ വെള്ളം എതിർക്കുന്നുണ്ട്, കപ്പലിന്റെ മൂവ്മെന്റിനെ വെള്ളം എതിർക്കുന്നുണ്ട്. മറ്റേ ഈ പറയുന്ന പോലെ എയ്റോപ്ലെയിനിന്റെ മൂവ്മെന്റിനെ എയർ എതിർക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഫ്രിക്ഷൻ ഫോഴ്സ് കുറയ്ക്കാനായിട്ടാണ് എയ്റോപ്ലെയിനിന് ആ സ്പെസിഫിക് ഡിസൈനിങ് ഒക്കെ ഉള്ളത്. അതേപോലെ നമ്മൾ മുങ്ങിക്കപ്പലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്പെസിഫിക് ഡിസൈൻ ഉള്ളത് എന്താ? വെള്ളത്തിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കാനാണ്. സോ ഫ്രിക്ഷൻ എപ്പോഴും ഒബ്ജക്റ്റ് ഇൻ മോഷൻ ആൻഡ് മീഡിയം ഇൻ വിച്ച് ഇറ്റ് ട്രാവൽസിന്റെ ഇടയിലാണ്. സോ എപ്പോ ഒരു ബോഡി മൂവ് ചെയ്താലും there is a force acting on the body which is always in a direction opposite to the direction of the motion. ഇതിനെയാണ് ഫ്രിക്ഷൻ എന്ന് പറയാ. അപ്പൊ ഫ്രിക്ഷന്റെ പരിപാടി എന്തൊക്കെയാ? സ്പീഡിനെ കുറയ്ക്കുക. ബോൾ മൂവ് ചെയ്തു, ഒരിക്കൽ നമ്മൾ വിട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ നിർത്തും. ആ ഈ സ്പീഡ് കുറയ്ക്കണത് ആരാ? സ്പീഡ് കുറയ്ക്കണമെങ്കിൽ ഒരു ഫോഴ്സ് ഉണ്ടാവണം. ആ ഫോഴ്സ് ആരെങ്കിലും അപ്ലൈ ചെയ്യണം. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സർഫസ് ആണ്, നിലമാണ്. അതായത് ഫ്ലോർ ആയിരിക്കും അത് അപ്ലൈ ചെയ്യുന്നത്. സോ അൾട്ടിമേറ്റ്ലി അത് സ്പീഡ് കുറഞ്ഞ് അത് ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. brings to rest. അപ്പൊ കോൺസ്റ്റന്റ്ലി നമുക്കിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ബോൾ ഒരേ സ്പീഡിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഫോഴ്സ് അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം ഫോർ ദ ബോൾ ടു ഓവർകം ദ ഫ്രിക്ഷൻ. ഇനിയിപ്പോ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അഥവാ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബോഡീനെ ഉണ്ടല്ലോ മൂവ് ചെയ്യിപ്പിക്കാനേ പറ്റില്ല. നമ്മൾ നേരത്തെ ഒരെണ്ണം കണ്ടില്ലേ, നമ്മുടെ ഒരു വലിയ ഹെവി ആയിട്ടുള്ള ബോക്സിനെ ഈ ചേട്ടന്മാര് തള്ളിയത്. ഇത് കണ്ടോ, ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്ലൈ ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സിനെക്കാളും കുറവാണെങ്കിൽ ഈ ബോക്സിനെ മൂവ് ചെയ്യാൻ പറ്റില്ല. അത്രേ ഉള്ളൂ കാര്യം. സോ ഇഫ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് മോർ ദാൻ, ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലാണെന്ന് വിചാരിച്ചോ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെക്കാളും ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലാണെങ്കിൽ ദിസ് ബോക്സ് കെ നോട്ട് ബി മൂവ്ഡ്. ഇനി അഥവാ ഇപ്പൊ വേറൊരു സിനാരിയോ ഉണ്ടെന്ന് വിചാരിച്ചോ, ഫ്രിക്ഷണൽ ഫോഴ്സേ ഇല്ലാന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ നമ്മുടെ സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ സ്പേസിൽ എയർ ഇല്ല, വാട്ടർ ഇല്ല, അതേപോലെ തന്നെ ഒന്നുമേ ഇല്ല അല്ലെ. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് ഓൾവേസ് ഇൻ മോഷൻ അല്ലെ. അപ്പൊ ഈ പറയുന്ന പോലെ അതും ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരേ സ്പീഡിൽ മൂവ് ചെയ്യണമെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന്. പക്ഷേ ദ തിങ് ഇസ്, ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ, ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ അത് കറങ്ങി തുടങ്ങി, പക്ഷെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല, ആരും എതിർക്കണില്ല. അപ്പൊ എതിർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ സ്പീഡ് ഒരിക്കലും കുറയില്ല. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ
ഒരു സാധനം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അതിനെ ഒരു കാലത്തും നിർത്താൻ പറ്റില്ല എന്ന് പറയാണ്. സോ ഇഫ് ദർ ഇസ് നോ ഫ്രിക്ഷണൽ ഫോഴ്സ് a body in motion cannot be stopped. ഒരു ഭൂമി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും ഇതിന്റെ ഇടയിലില്ല. അത് കാരണം തന്നെ ഇതിന്റെ സ്പീഡ് കുറയുന്നില്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം കുറയുന്നില്ല. അതേപോലെ തന്നെ ഈ മൂവ്മെന്റ് ഒരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതിനെ ഓപ്പോസ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്പേസിൽ ഫ്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്? ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡീനെ നമുക്ക് എർത്ത് പോലത്തെ പ്ലാനറ്റ്സിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെങ്കിലും മസ്കുലർ ഫോഴ്സ് ആണെങ്കിലും കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് കംസ് ഇൻ ടു പ്ലേ ഓൺലി വെൻ ടു സർഫസസ് ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. രണ്ട് സർഫസസ് തമ്മിൽ ഒന്ന് കോണ്ടാക്റ്റിൽ വന്നാൽ മാത്രമേ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ചിട്ട് സംസാരിക്കേണ്ട തന്നെ കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞു നമ്മൾ കോണ്ടാക്ട് ഫോഴ്സസിനെ പറ്റിയിട്ട്. ഇനി നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അപ്പൊ അതാണ് നമ്മുടെ മാജിക്കൽ ഫോഴ്സ്. അതെന്താണ് സാധനം? കോണ്ടാക്ട് ഇല്ലാണ്ട് തന്നെ ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതെന്താ? അത് സൈക്കോളജി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മനഃശക്തി വെച്ചിട്ട് നമ്മൾ ദീപക് ചോപ്ര ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനഃശക്തി വെച്ചിട്ട് സ്പൂണിനെയൊക്കെ വളക്കില്ലേ, അങ്ങനത്തെ പരിപാടിയാണോ എന്ന് നമുക്ക് ആദ്യം തോന്നും. അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല, വളരെ സിമ്പിൾ പരിപാടിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ മാഗ്നറ്റ് വെച്ചിട്ട് കളിക്കാറുണ്ടായിരുന്നു അല്ലെ. മാഗ്നറ്റ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്ന പിന്നാണ്, അതേപോലെ മാഗ്നറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഈ പിന്നെ ഇങ്ങോട്ടേക്ക് ചാടി വരും അല്ലെ. അതേപോലെ തന്നെ രണ്ട് മാഗ്നറ്റ്സ് നമ്മളെ ഓപ്പോസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകും അല്ലെ കളിക്കുമ്പോ ഒക്കെ. അപ്പൊ ഈ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്, അപ്പൊ ഇവരുടെ ഇടയിലുണ്ടല്ലോ ഗ്യാപ്പ് ഉണ്ട്, ഇവർ തമ്മിൽ കോണ്ടാക്ട് പോലും ഇല്ല. എന്നിട്ടും ഇവിടെ ഇരിക്കണം പിന്നിനെ ഈ മാഗ്നറ്റിന് പിടിച്ചു വലിക്കാൻ പറ്റി. ഇറ്റ് വാസ് ഏബിൾ ടു പുള്ള് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ പുള്ള് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റ് ഇസ് അപ്ലൈയിങ് എ ഫോഴ്സ് ഓൺ ദ പിൻ അല്ലെ, ഈവൻ വെൻ ഇറ്റ് വാസ് നോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. ഇവർ തമ്മിൽ കോണ്ടാക്ട് ഇല്ല, എന്നിട്ടും ഫോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റി എന്ന് പറയാം. സോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് വലിയൊരു എക്സാമ്പിൾ. അപ്പൊ മാഗ്നറ്റിനെ ഇങ്ങനെ എടുത്തു, നമ്മൾ രണ്ട് മാഗ്നറ്റ് എടുത്തു. അപ്പൊ ഇതൊരു നോർത്ത് പോൾ ആണെങ്കിൽ ഇത് നോർത്ത് പോൾ, ഇത് സൗത്ത് പോൾ, ഇത് സൗത്ത് പോൾ. അപ്പൊ നോർത്തും സൗത്തും മാഗ്നറ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? രണ്ട് പോളുകളാണ്, നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട്. നോർത്ത് പോളും അടുത്ത് വന്നു കഴിഞ്ഞാൽ ദേ റിപ്പൽ ഈച്ച് അതർ. ലൈക്ക് പോൾസ് ആണെങ്കിൽ നോർത്തും റിപ്പൽ ചെയ്യും, സൗത്തും റിപ്പൽ ചെയ്യും. പക്ഷെ ഓപ്പോസിറ്റ് പോൾസ് ആണെങ്കിൽ വൺ അട്രാക്ഷൻ ആയിരിക്കും. സോ നമ്മൾ ഈ സാധനം ഒരു പെൻസിലിന്റെ മുകളിൽ നമ്മൾ മാഗ്നറ്റ് വെച്ചു, എന്നിട്ട് ഈ നോർത്ത് പോളിനെ സൗത്ത് പോളിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് അട്രാക്ട് ചെയ്ത്, ദൂരെയാണ് ഇരിക്കണേ എന്നാ പോലും ഇത് അട്രാക്ട് ചെയ്തിട്ട് ഇത് നീങ്ങും. ദാറ്റ് ഈസ് this magnet is experiencing a force because this magnet is pulling the other magnet അല്ലെ. ഈ മാഗ്നറ്റ് മറ്റേ മാഗ്നറ്റിനെ പുള്ളി ഉണ്ട്, പിടിച്ചു വലിക്കാന്ന് പറഞ്ഞാൽ this is exerting a force അല്ലെ. even when both of them are not in contact, ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്, എന്നിട്ടും പിടിച്ചു വലിക്കുന്നുണ്ട്. that is it is exerting a force. അതുകൊണ്ടാണ് even when കോണ്ടാക്റ്റിൽ ഇല്ലെങ്കിൽ പോലും ഫോഴ്സ് അപ്ലൈ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? മാഗ്നറ്റിക് ഫോഴ്സിനുണ്ട്. അതുകൊണ്ട് ഇത് എന്തായി? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആയി. അപ്പൊ മാഗ്നറ്റിനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് പോൾസ് റിപ്പൽ, അൺലൈക്ക് പോൾസ് അട്രാക്ട്. നോർത്ത് റിപ്പൽ ചെയ്യും, സൗത്ത് റിപ്പൽ ചെയ്യും, നോർത്ത് സൗത്ത് അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സംഭവമാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽ ചെയ്യാന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞ് ദൂരേക്ക് പോവാം. അപ്പൊ പുഷ് അല്ലെങ്കിൽ പുള്ള് ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഈ സംഭവത്തിനുണ്ട്. കണ്ടോ, ഇത് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിന് പുള്ള് ചെയ്യാൻ പറ്റി, ഇത് റിപ്പൽ ചെയ്യുന്നതുകൊണ്ട് ഇത് പുഷ് ചെയ്യാൻ പറ്റി. അപ്പൊ ഈ അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ കാരണമാണ് പുഷ് ഓർ പുള്ള് ഉണ്ടാവണേ. ഇതിനെയാണ് നമ്മൾ നോൺ കോണ്ടാക്ട് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങൾ മനസ്സിലായോ? ഇനി അപ്പൊ ഇതില് ഇത്രയും പാരഗ്രാഫിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് എന്താണ്? ഈ ആക്ടിവിറ്റിനെ കുറിച്ചിട്ടാണ്. അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ കാരണമാണ് നമുക്ക് പുഷ് ആൻഡ് പുൾ ഉണ്ടാവുന്നത് എന്ന് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, സോ ഒരു മാഗ്നറ്റിനെ സംബന്ധിച്ച് ഇറ്റ് ക്യാൻ എക്സേർട്ട് എ ഫോഴ്സ് ഓൺ അനദർ മാഗ്നറ്റ് വിത്തൗട്ട് ബീയിങ് ഇൻ കോണ്ടാക്ട്. അവർ തമ്മിൽ കോണ്ടാക്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ മാഗ്നറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. തമ്മിൽ കോണ്ടാക്ട് ഇല്ലാണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ നമ്മൾ എന്താന്ന് പറയാം? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണെന്ന് പറയും. ഇത് മാഗ്നറ്റിൽ മാത്രമല്ല, ഇപ്പൊ അയൺ വെച്ചിട്ടുള്ള മാഗ്നറ്റിക് ആയിട്ടുള്ള എല്ലാ സബ്സ്റ്റൻസിലും ഇതേപോലെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനായിട്ട് മാഗ്നറ്റിക് സബ്സ്റ്റൻസസിന് പറ്റും. ഓക്കെ, ഇപ്പൊ പിന്നെ അയണിനൊക്കെ
ഒക്കെ ഇതേപോലെ പുഷ് ചെയ്യാനും പുൾ ചെയ്യാനും ഒക്കെ നമ്മുടെ മാഗ്നറ്റിനെ കൊണ്ട് പറ്റും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണെന്നറിയോ? ഇപ്പൊ നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. എന്താണ് എക്സാമ്പിൾ പഠിച്ചത് നമ്മൾ? മാഗ്നറ്റിക് ഫോഴ്സ്. രണ്ടാമത്തേതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലേ, നമ്മുടെ കറണ്ട് നമ്മൾ ബാറ്ററിയിൽ കണ്ടിട്ടില്ലേ? ബാറ്ററിയിൽ നമ്മൾ ചാർജ് കാണും അല്ലെ? എങ്ങനെയാ ബാറ്ററിയിൽ കാണുക? പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും. അപ്പൊ രണ്ട് ടൈപ്പ് ചാർജസ് ഉണ്ട്. രണ്ട് ടൈപ്പ് ചാർജ് എന്തൊക്കെയാ? പോസിറ്റീവും നെഗറ്റീവും. അപ്പൊ ഈ പോസിറ്റീവും നെഗറ്റീവ്സും ചാർജുകൾ തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ചാർജസ് ആർ ഓഫ് ടു ടൈപ്പ്. വാട്ട് ആർ ദോസ്? പോസിറ്റീവ് and negative. So the force exerted by charged bodies on another charged body or uncharged body, അതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയാം. അപ്പൊ ഞാൻ ചാർജ് ചെയ്തു, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സാധനത്തിനെ ചാർജ് ചെയ്ത് വെച്ചു. ഇവിടെ ഒരു ബോഡി ഉണ്ട്. ഈ ബോഡി ചാർജ്ഡ് ആണെന്ന് വിചാരിച്ചോ, പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചോ. ഇവര് തമ്മിൽ നേരത്തെ മാഗ്നറ്റ് പഠിച്ചതുപോലെ തന്നെ ലൈക്ക് ആണെന്നുണ്ടെങ്കിൽ റിപ്പൽഷൻ ആണ്. ലൈക്ക് ചാർജസ് റിപ്പൽ. ഇനി ഇവിടെ പോസിറ്റീവ് ആണ്, അതേപോലെ ഇവിടെ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇത് അൺലൈക്ക് ആണ്. ദേ അട്രാക്ട്, രണ്ടുപേരും അട്രാക്ട് ചെയ്യും. ദിസ് ഓൾസോ ക്രിയേറ്റ്സ് എ പുൾ. ഇവിടെ പുഷ് ആണ് ഉണ്ടാവുന്നത്, ഇവിടെ പുള്ളാണ് ഉണ്ടാവുന്നത്. ഇനി ഇത് പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചോളൂ, ഇത് അൺചാർജ്ഡ് ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിലും ഇവര് തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇവര് തമ്മിലുള്ള ഫോഴ്സ് പല കാര്യങ്ങളെ അനുസരിച്ചിരിക്കും, പക്ഷെ ജനറലി അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഉണ്ടാവുന്നത്. അതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? അൺചാർജ്ഡ് ആയിട്ടുള്ള സാധനത്തിനെയും അട്രാക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പൊ ഇവിടെ പുള്ളാണ് നടക്കുന്നത്. അപ്പോ ചാർജ്ഡ് ആയിട്ടുള്ള ബോഡി വേറൊരു ചാർജ്ഡ് ആയിട്ടുള്ള ബോഡി ഓർ അൺചാർജ്ഡ് ആയിട്ടുള്ള ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ചാർജ്ഡ് ബോഡി ഓൺ അനദർ ചാർജ്ഡ് ബോഡി. Force exerted by a charged body on another charged body or uncharged body, that is known as electrostatic force. Electrostatic force നെ സംബന്ധിച്ചിടത്തോളം electrostatic force is a force between two charged particles or charged and an uncharged particle അല്ലെ? അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ചാർജസ് ആണുള്ളത്, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും. ഒരേപോലത്തെ ചാർജ് ആണെങ്കിൽ അവർ തമ്മിൽ റിപ്പൽ ചെയ്യും, ദൂരേക്ക് പോകുന്ന പറയും. അൺലൈക്ക് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ അട്രാക്ട് ചെയ്യും. പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ വൺ അട്രാക്ഷൻ ആയിരിക്കും. പോസിറ്റീവ് റിപ്പൽ ചെയ്യും, നെഗറ്റീവ് റിപ്പൽ ചെയ്യും. അപ്പൊ ഇതിന്റെ ആക്ടിവിറ്റി എന്താണ്? ഒരു പ്ലാസ്റ്റിക് സ്ട്രോ ഉണ്ട്. പ്ലാസ്റ്റിക് സ്ട്രോനെ നമ്മൾ രണ്ട് ഈക്വൽ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തു. ഒരെണ്ണത്തിന് നമ്മൾ ഒരു ടേബിളിൽ തൂക്കിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ മറ്റേ പ്ലാസ്റ്റിക് സ്ട്രോ കൊണ്ട് ഇതിനെ തട്ടാനായിട്ട് പോകുമ്പോഴേക്കും ഒന്നും സംഭവിക്കില്ല, ചുമ്മാ അങ്ങ് തട്ടാൻ പറ്റും. അതേസമയം എന്ത് ചെയ്യും? നമ്മൾ ഈ അപ്പുറത്തെ പ്ലാസ്റ്റിക് സ്ട്രോന്റെ പീസിനെ നമ്മൾ ഒരു പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഉരയ്ക്കുക, അല്ലെങ്കിൽ തലമുടിയിൽ തന്നെ നന്നായിട്ട് ഉരച്ചാൽ മതി. നന്നായിട്ട് ഉരച്ചിട്ട് ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നമുക്ക് കാണാൻ പറ്റും ഇവര് തമ്മിൽ അട്രാക്റ്റഡ് ആവുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇത് തൊടുന്നതിന് മുമ്പ് തന്നെ ഇത് ചാടി ഇതിന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ സ്ട്രോനെ ഞാൻ റബ്ബ് ചെയ്തിട്ടില്ല, ഈ തൂക്കിയിട്ടേക്കണ സ്ട്രോനെ ഞാൻ റബ്ബ് ചെയ്തിട്ടില്ല, മറ്റേതിനെ മാത്രമാണ് റബ്ബ് ചെയ്തേക്കണം. അപ്പൊ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ ഇത് രണ്ടുപേരും ചാടി പിടിച്ചിട്ട് അട്രാക്ട് ചെയ്യും. എങ്ങനെ? അടുത്തേക്ക് കൊണ്ടുവരുമ്പോ തന്നെ ഇത് ഇവിടുത്തെ സ്ട്രോ ആണ്, ഇത് മറ്റേ സ്ട്രോ ആണെന്നുണ്ടെങ്കിൽ ഇത് അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇതിനെ പിടിച്ചിട്ട് വലിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇതിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ്, കോണ്ടാക്റ്റിൽ വരുന്നതിന് മുമ്പ് അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ പേപ്പറിൽ ഉരച്ച സ്ട്രോനുണ്ട്. അതേസമയം ഞാൻ ഈ തൂക്കിയിട്ടിരിക്കുന്ന സ്ട്രോനെയും ഇങ്ങനെ കെട്ടിയിട്ടേക്കണ സ്ട്രോനെയും ഞാൻ പേപ്പർ വെച്ച് ഉരച്ചു, ഈ സ്ട്രോനെയും ഞാൻ പേപ്പർ വെച്ച് ഉരച്ചു. എന്നിട്ട് രണ്ടെണ്ണത്തിന് അടുത്തേക്ക് കൊണ്ടുവരുമ്പോ എന്ത് സംഭവിക്കുന്ന അറിയോ? ഇത് റിപ്പൽ ചെയ്യും. കാരണം ഇതിനും എന്തോ ഒരു ചാർജ് കിട്ടി, ഇതിനും അതേ ചാർജ് കിട്ടി. ഒരേ പേപ്പർ വെച്ചിട്ടല്ലേ നമ്മൾ ഉരച്ചേ? പേപ്പർ വെച്ച് ഉരയ്ക്കുമ്പോൾ ഇതിന് കിട്ടിയ ചാർജ് തന്നെയാണ് ഇതിന്. അപ്പൊ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ രണ്ടും തമ്മിൽ റിപ്പൽ ആകും. അതായത് ദിസ് സ്ട്രോ വാസ് ഏബിൾ ടു പുഷ് ദി അതർ വൺ വിത്തൗട്ട് ബീങ് ഇൻ കോണ്ടാക്ട്. രണ്ടുപേരും അടുത്തടുത്ത് തൊടുന്നതിന് മുമ്പ് തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് റിപ്പൽഷൻ നടന്നത്. ഓക്കെ,
അപ്പൊ ഇതാണ് കഥ. അതായത് ഇതും ഈ പറയുന്ന പോലെ കോണ്ടാക്ട് ഇല്ലാണ്ട് തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റി എന്ന് പറയാം. ദ സ്ട്രോ ഹാസ് അക്വയർഡ് എൻ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ്. അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത്? നമ്മൾ ഷീറ്റ് ഓഫ് പേപ്പറിൽ ഒരച്ചപ്പോ നമ്മുടെ സ്ട്രോക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പോസിറ്റീവോ നെഗറ്റീവോ ആയ എന്തോ ഒരു ചാർജ് കിട്ടി. ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് എന്നാണ് പറയാം. അപ്പൊ പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഏതോ ഒരെണ്ണം കിട്ടി. അപ്പൊ ഇങ്ങനത്തെ സ്ട്രോ എന്ന് പറയുന്നത് ഒരു ചാർജ്ഡ് ബോഡിയുടെ എക്സാമ്പിൾ ആണ്. അങ്ങനെ ഈ സ്ട്രോക്കിന് ചാർജ് കിട്ടി. ഈ സ്ട്രോ ചാർജ് ആവുകയോ അൺചാർജ് ആവുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അപ്പൊ ഈ ചാർജ് ആയ സ്ട്രോ അൺചാർജ്ഡ് ആയിട്ടുള്ള സ്ട്രോ ഓർ രണ്ടാമത്തെ കേസിൽ ചാർജ് ആയ സ്ട്രോയുടെ മുകളില് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ കേസിൽ അൺചാർജ് ആയിരുന്നപ്പോൾ തമ്മിൽ അട്രാക്റ്റഡ് ആയി. അതേസമയം രണ്ടാമത്തെ കേസിൽ തൂക്കിയിട്ടേക്കണേനെ നമ്മൾ പേപ്പർ വെച്ച് ഉരച്ചു. അപ്പൊ അത് ചാർജ് ആയി. അപ്പൊ പുഷാണ് നടന്നത്. ആദ്യത്തെ കേസില് ചാർജ് ഇല്ലാത്തപ്പോ പുള്ളാണ് നടന്നത്. സോ സച്ച് എ ഫോഴ്സ് വാസ് എക്സേർട്ടഡ് ബൈ ദ ചാർജ്ഡ് സ്ട്രോ. ഈ ഫോഴ്സിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ചാർജ് ബോഡി ആൻഡ് ചാർജ്ഡ് ഓർ അൺചാർജ്ഡ് ബോഡി, അതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളപ്പോഴല്ല, മറിച്ച് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുമ്പ് തന്നെ, even when the bodies are not in contact, this force comes into play. So ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടെണ്ണം പഠിച്ചു. ഏതൊക്കെയാ നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് വൺ മാഗ്നറ്റിക് ഫോഴ്സ് ആയിരുന്നു, രണ്ടാമത്തേത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അടുത്തത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് സംഭവം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് സാധനം? നമ്മുടെ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ, അപ്പൊ ജനറലി നമുക്ക് അറിയാവുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എർത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. എർത്തിലുള്ള സകല ഒബ്ജക്ട്സിന്റെ മുകളിലും എർത്ത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എർത്ത് ഓൺ ഓൾ ഓബ്ജക്ട്സ് ഇസ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് സകല ഒബ്ജക്ട്സും നമ്മുടെ ഭൂമിയിലേക്ക് താഴേക്ക് വീഴുന്നത്. ഇതാണ് നമ്മളെ പറന്നു പോവാതെ ഭൂമിയുടെ മുകളിൽ തന്നെ പിടിച്ചു നിർത്തുന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സ്പേസിലൊക്കെയുള്ള വീഡിയോസ് കണ്ടിട്ടില്ലേ? സ്പേസ് ഷിപ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഉള്ള വീഡിയോയിൽ അവർ പറന്ന് നടക്കാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? അവിടെ ഗ്രാവിറ്റി ഇല്ല എന്നാണ് കാരണം. അപ്പൊ ആപ്പിള് മോളിൽ നിന്ന്, ന്യൂട്ടൺ കണ്ടുപിടിച്ചതല്ല, ആപ്പിള് മോളിൽ നിന്ന് താഴേക്ക്, മരത്തിന്റെ താഴേക്ക് വീഴുമ്പോ അതെന്തുകൊണ്ടാ വീണത് എന്ന് അദ്ദേഹം ആലോചിച്ചു അല്ലെ? അപ്പൊ എന്തുകൊണ്ടാ വീണത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട്. വെള്ളം താഴോട്ട് ഒഴുകുന്നത്, നദികളിൽ വെള്ളം താഴോട്ട് ഒഴുകുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്. നാച്ചുറലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഭൂമി അട്രാക്ട് ചെയ്യുന്നുണ്ട്. റിപ്പൾഷൻ ആയിരുന്നെങ്കിൽ നമ്മുടെ ആപ്പിള് താഴേക്ക് വിട്ട് കഴിഞ്ഞാൽ താഴേക്കില്ല. ആപ്പിള് മരത്തുനിന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ റിപ്പൾഷൻ ആയിരുന്നെങ്കിലോ അത് മുകളിലേക്ക് പോയേനെ അല്ലെ? അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, ഭൂമിയിലേക്ക് വരുന്ന ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു ഭൂമിയിൽ മാത്രമുള്ള സാധനമാണോ, ഭൂമിയുടെ മാത്രം പ്രോപ്പർട്ടി ആണോ? അപ്പൊ ഈ ഫോഴ്സ് തൽക്കാലം നമുക്ക് പഠിക്കാനുള്ളത് എർത്ത് exerts a force on all objects. That force is known as gravitational force. That is an attractive force എന്നേ ഉള്ളൂ. അതേസമയം ഗ്രാവിറ്റി ശരിക്കും എന്താണെന്നറിയോ? ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്തിന്റെ മാത്രം പ്രോപ്പർട്ടി അല്ല. സകല ഓബ്ജക്റ്റും മാസ് ഉള്ള, അതായത് വെയിറ്റിന്റെ ശരിക്കും വെയിറ്റ് അല്ല, മാസ് എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, വെയിറ്റ് തൽക്കാലം നിങ്ങൾ കൊച്ചുകുട്ടികളായത് കാരണം വെയിറ്റ് എന്ന് വിചാരിച്ചാൽ മതി. വെയിറ്റ് ഉള്ള എല്ലാ ഓബ്ജക്റ്റും, മാസ് ഉള്ള എല്ലാ ഓബ്ജക്ട്സും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അത് എന്ത് സാധനം ആയിക്കോട്ടെ, എത്ര കുറവ് മാസ് ആണെങ്കിലും മാസ് ഉള്ള എല്ലാ ഒബ്ജക്ട്സും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സിനാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സൂര്യനും എർത്തും തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഈ പറയുന്ന പോലെ എർത്തും മൂണും തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ പേനയും ഈ ബുക്കും തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. പക്ഷെ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ പേനയും ബുക്കും തമ്മിലുള്ള ഫോഴ്സ് വളരെ ചെറുതാണ്. പക്ഷെ എർത്തും പേനയും തമ്മിലുള്ള ഫോഴ്സ് ഈ പറയുന്ന പോലെ ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് ഈ പേന താഴേക്ക് വീഴുന്നത്. ഓക്കെ, അതേ ഫോഴ്സ് പേന തിരിച്ച് എർത്തിന്റെ മുകളിലും എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കുറെ കൂടി വലുതാകുമ്പോഴത്തേക്കും പഠിച്ചോളൂ. എന്നിട്ട് ഭൂമി എന്താ നീങ്ങാത്തതെന്ന് നമുക്ക് തോന്നണം. അതാണ് നമ്മുടെ ഉള്ളിലുള്ള ശരിക്കും സ്റ്റുഡന്റ് എന്ന് പറയുന്നതിന്റെ ലക്ഷണം. ഈ പേന, ഭൂമി എത്ര ഫോഴ്സ് ആണോ ഈ പേനയുടെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്നത്, അത്രയും ഫോഴ്സ് തന്നെ ഈ പേന തിരിച്ച് ഭൂമിയുടെ മുകളിലും എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ ഭൂമി നീങ്ങാത്തേന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പോഴേ നമുക്ക് ഇത് പഠിക്കുമ്പോ ഒക്കെ നല്ല രസം ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്തിന്റെ മാത്രം പ്രോപ്പർട്ടി അല്ല. ഇൻഫാക്ട്
ലോകത്ത് ഈ യൂണിവേഴ്സിലുള്ള സകല ഒബ്ജക്ട്സും സ്മോൾ ആണെങ്കിലും ലാർജ് ആണെങ്കിലും ഉള്ള എന്ത് ഒബ്ജക്ട്സിന്റെയും ഇടയില് തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ഇറ്റ് എക്സേർട്സ് ഓൾ ദി ഒബ്ജക്ട് എക്സേർട്ട് ഫോഴ്സ് ഓൺ എവറി അതർ ഒബ്ജക്ട്സ്. അതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എർത്ത്. The force which the earth exerts on all the object is known as gravitational force. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണമാണ് സകല ഒബ്ജക്ട്സും താഴേക്ക് വീഴുന്നത്. ആപ്പിൾ റിലീസ് ആണ്. അപ്പൊ ആപ്പിളും എർത്തും തമ്മിൽ കോണ്ടാക്ട് ഇല്ല. കോണ്ടാക്ട് ഇപ്പൊ എയറോപ്ലെയിന് നമ്മൾ മോളില് ഒരു സ്റ്റോൺ നമ്മൾ വലിച്ചെറിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. സ്റ്റോണും എർത്തും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. കോണ്ടാക്ട് ഇല്ലാതെ തന്നെ സ്റ്റോൺ താഴേക്ക് വീഴുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് കോണ്ടാക്ട്ലെസ് ഫോഴ്സിന്റെ കീഴിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് അത് കാരണമാണ് എല്ലാം താഴോട്ട് ഒഴുകുന്നത്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഇത് സകല ഒബ്ജക്ട്സിന്റെയും ഒരു പ്രോപ്പർട്ടി ആണ്. അപ്പൊ 3 കോണ്ടാക്ട് ലെസ് ഫോഴ്സ്, നോൺ കോണ്ടാക്ട് ഫോഴ്സസ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മാഗ്നറ്റിക് ഫോഴ്സ് പഠിച്ചു, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പഠിച്ചു, അതേപോലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സും പഠിച്ചു. ഇനി അടുത്ത ടോപ്പിക് ആണ് പ്രഷർ എന്ന് പറയുന്ന ടോപ്പിക്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം.